ഇഷ്ടം പോലെ സൗകര്യമുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇഷ്ടം പോലെ ആളുണ്ടാവും. അപ്പൊ നമ്മളെല്ലാവരും ഇനി മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് ദ്വാരക്ക, പടച്ചവനെ കഴിഞ്ഞ കാല ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, ചെയ്യാൻ പോകുന്നത് കാത്തു രക്ഷിക്കണേ അല്ലാഹ്, വല്ലതും ചെയ്യുന്നുവെങ്കിൽ പിന്തിരിപ്പിക്കണേ അല്ലാഹ്. ശരി, എല്ലാവരും മിനയിൽ നിന്ന് കല്ല് പെറുക്കി ഇനി നമ്മൾ പോകാണ് നേരെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഇന്നൽ ഹംദ ലക വൽ മുൽക്. ഒരു സംഗതി നിങ്ങൾ അറിയാം, ഈ കൊല്ലത്തെ ഹജ്ജിന്റെ ലബ്ബൈക തീരാൻ പോവുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് തുടങ്ങിയ ലബ്ബൈക്കാണ്. ഇനി ലബ്ബൈക്ക് അവസാനിക്കാൻ പോവുകയാണ് എന്ന് മിനയിലെ ആദ്യത്തെ കല്ലേറിന് വേണ്ടി നടക്കുകയാണ് നമ്മളെല്ലാവരും. ആ കല്ലേറിന് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഒന്നിച്ചത്തെ റോഡിന് ഒരു 3 ലക്ഷം ആള്, അതിനിപ്പുറത്താക്കി നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡുണ്ട്, അല്ലാഹു റബ്ബി, അതിലൊരു 5 ലക്ഷം ആള്. അത്രയാൾ അങ്ങോട്ട്. ഒരു കാര്യത്തിനൊരു സമാധാനം, എന്താ, ആരും ഇങ്ങോട്ടില്ല, എല്ലാവരും എങ്ങോട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ വഴി പയച്ചു പോകുമെന്നുള്ള ബേജാറുണ്ടോ? ഇല്ല. അഫീദു മിൻ ഹൈസു അഫാദൻ നാസ്, ആ ഒഴുക്കിൽ നമ്മൾ വേണ്ട ഒഴുക. ആ പോക്കിങ്ങനെ അങ്ങോട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നല്ലോണം ചെല്ലണം. ഈ കൊല്ലത്തെ അവസാനത്തെ ലബ്ബൈക്കാണ്. ഈ ഹജ്ജിൽ ലബ്ബൈക്ക് അവസാനിക്കുന്ന സമയം 1ാമത്തെ കല്ലേറിന് പോകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നടന്നു. എന്താ രസം നടക്കാൻ. നമ്മളെ സമസ്തന്റെ പ്രസിഡന്റ് റഈസുൽ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കണം, നടക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോ മൂപ്പരങ്ങ് ഉഷാറായിപ്പോയി. പഴമക്കാര് മുഴുവനും നടന്നതാണ്, പഴമക്കാര് മുഴുവനും നടന്നതാ. അപ്പോ മുസ്ദലിഫിന്ന് അറഫയ്ക്ക് നടക്കലെന്നെ വഴിയുള്ളൂ. മഹാദോഷത്തിന് വണ്ടി കിട്ടിയെങ്കിൽ നന്നായി, മഹാഭാഗ്യത്തിനല്ല. നടന്നാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ, ബസ്സിന് പോയാലോ 3.5 മണിക്കൂർ 4 മണിക്കൂർ. അപ്പൊ നമ്മൾ നടക്കാൻ തന്നെ തയ്യാറാകാം. ഞാൻ എൻ്റെ ഉമ്മാനെയും കൊണ്ട്, അജിനും ഉമ്മാക്ക് 50 വയസ്സാണ്. നമ്മളെ വീടിന്റെ സിറ്റ് ഔട്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഉമ്മാക്ക് വയ്യ. അങ്ങനത്തെ ഉമ്മ എന്താ സുഖമായിട്ട് തവാഫ് ചെയ്ത് സുഖമായിട്ട് ഉമ്മ മക്കത്തെത്തിയ ഉടനെ എന്നോട് പറഞ്ഞു, മോനെ ഒരു 2 കീസിന് ഗോതമ്പ് വാങ്ങുന്നു. ഏത് ഗോതമ്പ്? അവിടെ പ്രാവിന് ഭക്ഷണം കൊടുക്കണ ഗോതമ്പ് ഇല്ലേ? ആ ഗോതമ്പ് ഉമ്മ വാങ്ങിയിട്ട് ഉമ്മാന്റെ കൈ കൊണ്ട് ഗോതമ്പ് ഇങ്ങനെ പിന്നെ പ്രാവിന് കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ? അതേ, കൈകാലുകളെ കടച്ചിലൊന്നും ഉണ്ടാവില്ല പ്രാവിന് ഭക്ഷണം കൊടുത്താല്. ഞാൻ ഇത്ര കിതാബ് ഓതിയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഉമ്മ ഇടുന്നത് കണ്ടെന്ന് ചോദിച്ചു. അത് പഴയ ഒരു ഉസ്താദ് വയലു പറഞ്ഞതാണ്. അൽഹംദുലില്ലാ, ഞാനത് അനുഭവിച്ചു. ഉമ്മ പ്രാക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് തവാഫാണ് തുടങ്ങിയിട്ട് സുഖമായിട്ട് തവാഫ്. അതുകൊണ്ട് ഉമ്മമാരൊക്കെ കാലിന് കടച്ചിൽ ഊരക്കടച്ച് ഒരാളും ബേജാറാകണ്ട. പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കും. അള്ളാഹു കാക്കട്ടെ. പടച്ചവനെ ഞങ്ങൾക്ക് സ്വന്തം ശരീരം കൊണ്ട് തന്നെ ചെയ്യാൻ ആവതാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഏകദേശം അടുത്തങ്ങോട്ട് എത്തിയപ്പോൾ എറിയുന്ന സ്ഥലത്ത് പഴയ കാലത്ത് വലിയ തിരക്കാ, ഇപ്പൊ വലിയ തിരക്കില്ല. എന്താ സംഗതി? എറിയുന്നത് ഒന്ന് ഗ്രൗണ്ടില്, ഫസ്റ്റില്, സെക്കൻഡില്, അവിടെ ഒക്കെ എറിയ. ഓരോ സ്ഥലത്തും ഒറ്റ ട്രിപ്പിൽ ഒരു 25,000 ആളുകൾക്ക് എറിയ. അത്ര വിശാലമായ സൗകര്യമുണ്ട്. പിന്നെ ബേജാറാകേണ്ടതൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ ആ റോഡിന് വന്ന ആളുകൾ നേരെ താഴ്ഭാഗത്തേക്ക്, 2ാമത്തെ റോഡിന് വന്ന ആളുകൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക്, 3ാമത്തെ റോഡിന് വന്ന ആളുകൾ സെക്കൻഡ് ഫ്ലോറിലേക്ക്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാം. അവിടുന്ന് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു റോഡിന് അങ്ങനെ, മറ്റേ റോഡിന് അങ്ങനെ, മറ്റേ റോഡിന്. ഒരു അത്ഭുതം കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത്? നമ്മൾ അങ്ങോട്ട് പോകുന്നവരൊക്കെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ഏറ് കഴിഞ്ഞിട്ട് ഇങ്ങേ ഭാഗത്ത് കൂടെ വരുന്ന ആളുകളുണ്ട്. അവരെല്ലാം അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ് നടക്കുന്നതോടുകൂടെ ഏത് കഴിഞ്ഞ്? ലബ്ബൈക്കന്റെ സമയം കഴിഞ്ഞ്. അപ്പൊ അങ്ങോട്ട് പോകുന്നവർ ലബ്ബൈക്ക ചൊല്ലിയിട്ട്, ഇങ്ങോട്ട് വരുന്ന ആളുകളോ, ഇങ്ങോട്ട് വരുന്നവരൊക്കെ തക്ബീർ ചൊല്ലിയിട്ട്. വല്ലാത്തൊരു രംഗാണ് അതൊക്കെ, വല്ലാത്തൊരു രംഗമാണ്. നമ്മളിങ്ങനെ നോക്കണം. ഇപ്പുറത്തെ റോഡിന് ലബ്ബൈക്ക, അപ്പുറത്തെ റോഡിന് അല്ലാഹു അക്ബർ. ഒരു കൊട്ടിക്കലാശം നടക്കുകയാണ്, കലാശക്കൊട്ട് നടക്കുകയാണ്. വല്ലാത്ത രംഗമാണ്. അല്ലാഹുവേ, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഇനി ഒരു തടസ്സം നൽകല്ലേ അല്ലാഹ്. ഇതൊക്കെ പോയി അനുഭവിക്കണം.
നമുക്കിപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. എന്താണ് അതിൻ്റെ ഒക്കെ ഒരു രുചി? നമുക്ക് ക്ഷീണം അറിയില്ല, ദാഹം അറിയില്ല, വിശപ്പറിയില്ല. അതൊരു വല്ലാത്തൊരു ഹാല. അതൊരു അള്ളാഹുവും നമ്മളും മലക്കുകളും അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഉള്ളത്. അള്ളാഹു എത്തിക്കട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഒരു കാര്യം, ഒന്ന് മുടി കളയണം. എന്താ പ്രധാനം? മുടി കളയണം. കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മുടി കളയാം. എന്നാ നോക്കല്ലേ? ഇസ്മായിൽ, ആ ബാർബർ ഷാപ്പ് എത്ര നമ്മൾ നാളെ പോയപ്പോൾ ഒരു 300 ബാർബർ ഷാപ്പ് ഉണ്ട്. ബേജാറായിട്ടില്ല, ഒരു 300 ബാർബർ ഷാപ്പ്. അവിടെ ആണെങ്കിലോ പടച്ചോനെ, ഇവിടെ ഒരാളെ മുടി എടുക്കുകയാണെങ്കിൽ എത്ര പൈസ വേണം മോനെ? മുടിയൊക്കെ ഇന്റെ മുടിയിലൊന്ന് നന്നാക്കാൻ എത്ര പൈസ വേണം? 80-100 ഒക്കെ വേണ്ടേ? അവിടെ ചീപ്പ് റേറ്റ് 10. അവിടെ 10. ഇവിടെ 100 രൂപ, അവിടെ എത്ര രൂപ? 10 രൂപ. അതല്ലേ? അപ്പൊ അതുകൊണ്ട് പൈസ ആസ്തി ഉണ്ടാവുന്ന ആരും വിചാരിക്കണ്ട. അവിടെ ഒരു കാര്യം ചെയ്യണം. ഈ ഒരു മസലങ്ങളെ പഠിപ്പിക്കുകയാണ് ഞാൻ. ഒന്ന്, ഹജ്ജിന് പോകുന്ന ആള് ഓരോ പ്രാവശ്യവും മുടി കളയുന്നുണ്ടോ? ഓരോ പ്രാവശ്യവും മുടി കളയുന്നുണ്ടോ? അത് നല്ലതാണ്. ഓരോ ഉംറക്കും മുടി കളഞ്ഞു. അതേ സമയത്ത് ഒരു പ്രാവശ്യം സ്ത്രീകൾ മുടി മുറിക്കുക, പുരുഷന്മാര് മുടി കളയുക. അപ്പൊ നമ്മൾ അറഫയിലെ കഴിഞ്ഞ് മുസ്ദലിഫയിൽ വന്ന് രാപ്പാർത്ത് കല്ല് പെറുക്കി 7 കല്ല് എറിഞ്ഞോ? എന്നാ എറിയുന്നതൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇപ്പൊ ആളുകള് എറിയുന്നതിന്റെ അവിടെ ചില ആളുകൾ, ഞാൻ ഇന്നാള് ഷാർജയിൽ ഒരു ജുമാക്ക്, ഞാൻ ജുമാക്ക് ചെല്ലുമ്പോ 11:30 ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ പള്ളിക്ക് പോകാൻ വേണ്ടി ആള് ചെന്ന് നോക്കുമ്പോ പള്ളീന്റെ പുറത്തൊരു തോട്ടുണ്ട്. കുറെ ചാക്കിയ ആൾക്കാർ. പള്ളിയിൽ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പക്ഷെ ഇരിക്കുന്ന എവിടെ? പുറത്ത്. ഇതേപോലെ ഒരു അവസ്ഥ നമുക്ക് കാണും. എങ്ങനെ? അല്ലാഹു റബ്ബി, നമ്മൾ ഹജ്ജിന്റെ ആളുകള് അവരെന്ത് ചെയ്യുന്നുണ്ടാകും? നമ്മൾ ഓർക്കണ്ടേ? നമ്മളവിടെ ഇങ്ങനെ ഓർത്ത് നോക്കിയാൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കൂട്ടത്തിൽ നമ്മൾ ആ തിരക്ക് അനുഭവിച്ചിട്ട് എറിയാൻ വേണ്ടി സ്ഥലത്ത് നോക്കുമ്പോൾ എറിയുന്ന സ്ഥലത്ത് തിരക്കുണ്ടാവൂലേ? നമ്മൾ അങ്ങോട്ടൊന്നും പോയി നോക്കുന്നില്ല. നമ്മൾ പാകിസ്ഥാനികൾ പുറത്ത് യുമാക്കിയിരിക്കുന്ന പോലെ നമ്മൾ ആ ഗേറ്റ് കടന്ന എറിയുന്ന സ്ഥലത്താണ് ചെന്നപാട് തുടങ്ങി എവിടത്തേക്കാ എറിഞ്ഞത്? ആ കൊണ്ട് യാതൊരു ഫലവും കിട്ടൂല. എന്തു വേണം? ഉള്ളിലേക്ക് പോവുക. ഉമ്മ കൂടെ ഉണ്ടോ? ഇസ്മായിൽ വാ. ഇവനൊരു അനുസരണമുള്ള കുട്ടിയാ, അതുകൊണ്ടാണ് അവനെ വിളിക്കുന്നത്. ഇതെന്റെ ഉമ്മയാണ്. എന്നാ ഉമ്മാനെ ഇങ്ങനെ പിടിക്കണം. ഉമ്മാനെ ഇങ്ങനെ പിടിക്കണം. ഉപ്പാനി ഉമ്മാനെ നമ്മളെ പിടിക്കുമ്പോ എങ്ങനെ പിടിക്കണം? ഇങ്ങനെ പിടിക്കണം. എന്താ കണ്ടാൽ തന്നെ അറിയാം ഇയാൾക്കൊരു സുഖമില്ലാത്തതാണ്. കുറച്ച് പ്രായമുണ്ട് അല്ലേ? കണ്ടാൽ തന്നെ അറിയാം ഇതൊരു സുഖമില്ലാത്ത ആളെ കൊണ്ടുപോകുന്നതാണ് അല്ലേ? അപ്പൊ പിന്നെ ഈ പിടുത്തം വേർപിരിക്കാൻ ആരെങ്കിലും നിൽക്കൂല. അതേ സമയത്ത് നമ്മളിങ്ങനെ പോകാ സീതാക്ക്. ഇങ്ങനെ പോകുമ്പോ രണ്ടാളിലങ്ങ് പോയി, ഇയാൾ അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് പോകും, ആണോ അല്ലേ? അപ്പൊ ഒരു സഹായം കിട്ടേണ്ട ആളെ എപ്പോഴും ഇങ്ങനെ പിടിക്കണം. ഇത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ടതാ. നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. എന്തുകൊണ്ട്? ഇത് കൈ വിട്ടുപോയാൽ ഇയാൾ അങ്ങോട്ട് പോയി, ഇത്ര വിട്ടേ പോയിട്ടുള്ളൂ. ഇപ്പൊ അയാൾക്ക് എന്നെ കണ്ടാൽ അറിയാം. എന്തുകൊണ്ട്? ഉസ്താദ് ഇത് ചോപ്പാപ്പാനോട് വേം വരാൻ പോയിക്കോങ്കി ഇവനെ കൂട്ടണം. അവിടെ പോയി വേം വരാൻ പറ്റുമെങ്കിൽ ഇന്ന ആവശ്യമുണ്ടോ? മൂപ്പർ എങ്ങനെയോ കഷ്ടപ്പെട്ട് വന്ന് അടുത്തെത്തിയപ്പോഴേക്ക് പിന്നെ നടക്കൽ തുടങ്ങി. കുറെ അങ്ങോട്ട് നടന്നു നോക്കുമ്പോൾ ഉപ്പാപ്പ ഒറ്റ വേക്കല. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് അതെല്ലാം ഒന്ന് കുടിച്ച് റാഹത്തായി. അപ്പൊ ആരും എത്തി? ഉപ്പാപ്പ എത്തി. ഓൻ പിന്നെ നടക്കൽ തുടങ്ങി. ഇപ്പൊ ക്ഷീണന്മാരൊന്നും വെള്ളം കുടിക്കുന്നവർക്ക് ആരാ? ആര് സഹായിക്കാനാണ് പോയത്? അതാ പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും സഹായത്തിന് പോകണ്ട. എപ്പോഴും ഉമ്മയെ വാപ്പയെ സുഖമില്ലാത്ത ആളെ സഹായിക്കാൻ പോകുന്ന ആളുകൾ അവരെ കണക്കാക്കി നിൽക്കണം. പ്രത്യേകിച്ച് ജനലക്ഷങ്ങളുള്ള സ്ഥലത്ത് കൂട്ടം തെറ്റിയാൽ ആകെ ബേജാറായി പോകും. അള്ളാഹു തആല ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മുടി കളഞ്ഞോ എല്ലാവരും? ആ ചുമരിനല്ല എറിയേണ്ടത്. എവിടേക്കാ എറിയേണ്ടത്? കുഴിയിലേക്കാണ് എറിയേണ്ടത്. എന്നാ അടുത്തെത്തിയിട്ട് അവിടെ നിൽക്കാം. ഇടത്തെ കയ്യിൽ കല്ല് പിടിക്കുക. എത്ര ഉണ്ട് കയ്യിൽ? 7 കല്ല്. ഇനി നോക്കിക്കോ, സ്ത്രീകൾ അതിനടുത്തെത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പുരുഷന്മാരോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ,
ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എത്രണ്ണം? 7 കല്ല് ഓരോന്നോരോന്നായി. എന്തേ? നരകത്തിന് 7 വാതിലാണ്. നരകത്തിന് എത്ര വാതിലാണ്? നരകത്തിൽ പ്രവേശിക്കുന്ന വൻ കുറ്റങ്ങൾ എത്രയാണ്? 7ആണ്. ആ 7 വൻ കുറ്റങ്ങൾ മുഖേന ഇനി നരകത്തിലേക്ക് വിടാൻ പടച്ചോനെ ഇബ്ലീസിന്റെ പുരുഷന്മാരും എറിഞ്ഞു, സ്ത്രീകളും എറിഞ്ഞു. ഈ ചെറിയ മോനെ നീ ഒന്ന് എഴുന്നേറ്റ് കൊടുത്ത മൂപ്പരോടി. ഇനി നമ്മള് ദുൽഹിജ്ജ 10 പെരുന്നാളിന്റെ അന്നിപ്പോ ഏറൊക്കെ കഴിഞ്ഞ് മുടി കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കൊരു ഉച്ചയായി. അൽഹംദുലില്ലാഹ്. പെരുന്നാളിന്റെ ചോറ് കിട്ടിയാൽ കിട്ടിയെന്ന് വെക്കാം, ഇല്ലെങ്കിലോ ഇല്ല എന്ന് വെക്കാം. എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കൂല. മുത്തവീഫിന്റെ വക ഒരു ഭക്ഷണം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങാം, സുഖമായിട്ട് ഇൻഷാ അല്ലാഹ്. അന്ന് രാത്രി അവിടെ രാപ്പാർക്കൽ ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. അവിടെ രാപ്പാർക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ആരോഗ്യക്കുറവുണ്ട്. അന്ന് തന്നെ കൊടുക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏറെ കഴിഞ്ഞ് മുടി കളഞ്ഞ് അന്ന് അവിടെ വിശ്രമിച്ച്. ഇനി നിങ്ങളൊരു പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം, അതായത് 2ാം പെരുന്നാൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലേ, അന്ന് നമ്മൾ മിനയിൽ രാപ്പാർക്കലാണ് നിർബന്ധം. രാപ്പാർക്കൽ നിർബന്ധം. അപ്പൊ നമുക്ക് സുബൈ മുതൽ മഗ്‌രിബ് വരെ നമുക്ക് ഫ്രീ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മിനയിൽ നിന്ന് രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് നടക്കാം. എങ്ങോട്ടേക്ക്? മക്കത്തേക്ക്. അതിന് നടക്കാനായിട്ടുള്ള പന്തലുണ്ട്. ആ പന്തലിൽ കൂടെ നടന്നാൽ സുഖമായിട്ട് മക്കത്തെത്തി ഇൻഷാ അല്ലാഹ്. ഹജ്ജിന്റെ ഫറള് 1 ഇഹ്റാം, 2 അറഫ, 3 കഅബ ഷരീഫ് തവാഫ്. കഅബ ഷരീഫ് തവാഫ്. അപ്പൊ നമ്മൾ തവാഫിന് വേണ്ടി പോകാം. നിങ്ങൾ ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഒരു ഷാറിലട്ടോ ബരിയും കൊണ്ട് പോകാൻ കഴിയൂല. റെഡി ഇല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. മക്കത്തെത്തി. അൽഹംദുലില്ലാഹ്. നമ്മൾ നേരത്തെ കഅബ ഷരീഫ് കണ്ടതല്ലേ, നമ്മളവിടെ ഉംറ ചെയ്തതല്ലേ, നമ്മൾ ഉംറന്റെ തവാഫ് ചെയ്തില്ലേ, സുന്നത്തായ തവാഫ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ഈ തവാഫ്. നമ്മൾ നേരെ ചെല്ലുക, കഅബ ഷരീഫിന്റെ ഉള്ളിലേക്ക് കടക്കാം. കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ഓപ്പൺ എയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം മുഴുവനും മതാഫ്, തവാഫ് ചെയ്യേണ്ട സ്ഥലം. അതിന്റെ ചുറ്റുഭാഗത്ത് കാണുന്ന പള്ളി മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് കയറി മതാഫിലെത്തി നമ്മൾ ആദ്യം എവിടെത്തണം? ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തണം. എവിടെ? ഹജറുൽ അസ്വദിന്റെ അടുത്ത്. ഇവിടെ നോക്കിക്കോളി. ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തിയിട്ട് ഒരൊറ്റ നിയ്യത്ത്, ഞാൻ ഹജ്ജിന്റെ ഫറളായ തവാഫ് ചെയ്യുന്നു. ഹജ്ജിന്റെ ഫറളായ തവാഫ് ചെയ്യുന്നു. കഅബ ഷരീഫിലേക്ക് നെഞ്ച് നേരെ കഅബത്തിലേക്ക് നിർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. കഅബത്തിന്റെ അടുത്തെത്തി. കഅബത്തിന്റെ ഹജറുൽ അസ്വദിന്റെ ഒരു 10 അടി പുറകിൽ നിൽക്കാം. ഹജറുൽ അസ്വദിന്റെ ഒരു 10 അടി പുറകിൽ നിൽക്കാം. എന്നിട്ട് കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലിയില്ലേ? അല്ലേ? തവാഫ് എല്ലാവരും പഠിച്ചതാണ് അല്ലേ? ഇങ്ങനെ നിൽക്കാം. കഅബം ഏത് ഭാഗത്താകാം? കഅബത്തിന് തവാഫ് ചെയ്യുമ്പോൾ ഒന്ന് ഔറത്ത് മറച്ചിരിക്കണം. ഒന്ന് പെണ്ണുങ്ങളെ കാലുമേൽ ഷോക്സ് ഉണ്ടോ ഇല്ലേ? മുടി പുറത്തേക്ക് വരുന്നുണ്ടോ? ഒന്നുമില്ല. റെഡിയല്ലേ? നമ്മൾ ആണുങ്ങളെ തുണിയൊന്നും താഴ്ന്നു പോയിട്ടില്ലല്ലോ. ഔറത്ത് റെഡിയാണ്. ഒളു ഉണ്ടോ ഇല്ലേ? ഒളു എല്ലാവർക്കും റെഡിയാണ്. ഇങ്ങനെ ഔറത്ത് മറക്കുക, ഒളു എടുക്കുക, ഇത് രണ്ടും ഏറ്റവും പ്രധാനം. ഇനി കഅബം ഇടഭാഗത്താകാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിന്നാ കഅബ ഏത് ഭാഗത്താ? ഇടഭാഗത്താ. ഇനി നമ്മൾ പതുക്കെ നടക്കാം. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹ്ദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ
اللهم إن هذا البيت بيتك والحرم حرمك والأمن أمنك والعبد عبدك وأنا عبدك وابن عبدك وهذا مقام العائذ بك من النار فحرم لحومنا وبشرتنا على النار. الله ഹജ്ജിന്റെ ഫറലായ തവാഫ് ഇങ്ങനെ ചെയ്തിട്ട് ദിക്ർ, നമ്മളെ കിതാബിലുള്ള ദിക്റുണ്ടല്ലോ, അത് നബി തങ്ങൾ ചൊല്ലിയ ദിക്റാണ്. അതെന്നെ ചൊല്ലുക, അള്ളാഹു ആവതാക്കട്ടെ. അത് ചൊല്ലാൻ സാധിക്കാത്തവർ ഖുൽ ഹുവല്ലാഹു പോലത്തെ സൂറത്ത് ഓതുക, രണ്ടാമത്തെ സ്ഥാനം. അതൊന്നും അറിയാത്തവർ കിട്ടുന്ന ദിക്റിയല്ല, കിട്ടുന്ന ദിക്ർ ചെല്ലും. ഒരാൾക്ക് ഇതൊന്നും ചെല്ലാൻ പറ്റുന്നില്ല, അയാൾ എന്തായി? അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. തവാഫിന് കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ തെർത്തീബ് മനസ്സിലാക്കണം. ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? നമ്മളെ ദിക്റിന്റെ കിതാബിൽ പറഞ്ഞത് അതിലുണ്ടാവും. ഒന്നാമത്തേൽ ചൊല്ലേണ്ടത്, രണ്ടാമത്തേൽ ചൊല്ലേണ്ടത്, മൂന്നാമത്തേൽ ചൊല്ലേണ്ടത്, നാലാമത്തേൽ ചൊല്ലേണ്ടത്. അത് മുത്തുനബി ദ്വാരുന്നതാണ്. അതേ ദ്വാർക്ക നമ്മളിപ്പോ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ചെറിയ ബുക്ക് വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് ഓതി ഇങ്ങനെ പഠിച്ചു വെക്കാം. എന്തിന്? അവിടെ പോയിട്ട് നമ്മൾ ചെല്ലാൻ വേണ്ടി നിൽക്കുമ്പോ അല്ലാഹുമ്മ ഈമാനൻ ബിക, അപ്പോഴേക്ക് തവാഫ് കഴിയാനായി. നിങ്ങളിങ്ങനെ ചെല്ലി കാത്തിക്കുന്നതിന് ആളുകൾ കാത്തിക്കോ? ആളുകളെ നമ്മളെ തട്ടിയിട്ട് അങ്ങ് എത്തിച്ചില്ലേ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ബുക്കിൽ ഇങ്ങനെ ഒരു വയന്ന നോട്ടം നോക്കിയാൽ മതി. നിങ്ങൾ ടെലിവിഷൻ വാർത്ത വായിക്കുന്നുണ്ട്, നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിയാം, ഇല്ലെങ്കിൽ ഇല്ല. ആ പെണ്ണ് നോക്കിയിട്ടാ വായിക്കുന്നത്, കാണാണ്ടാ വായിക്കുന്നത്? നോക്കിയിട്ടാണ് വായിക്കുന്നത്. പക്ഷെ നമുക്ക് തിരിയോ? നോക്കിയിട്ടാണ്. അതാ പറഞ്ഞത്. നമ്മളൊരു സംശയം ഇങ്ങനെ തീർക്കാൻ ഒരു നോട്ടങ്ങനെ. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ യാ റബ്ബൽ ബൈത്തിൽ അതി. അങ്ങനെ ചൊല്ലാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് ചൊല്ലി പഠിച്ചു വെക്കണം. ഇത് മുത്തുനബി ദ്വാരുന്ന ദുആയാണ്. അതെന്നെ ദ്വാരക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതറിയില്ലെങ്കിൽ ഖുർആൻ ഓതലാണ് നല്ലത്. അതും അറിയില്ലെങ്കിൽ കിട്ടുന്ന ദിക്ർ ചൊല്ലലാണ് വേണ്ടത്. അള്ളാഹു ആവതാക്കട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഹജറുൽ അസ്വദ് മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് വന്നു. രണ്ടാമത് ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തുമ്പോൾ എത്രയായി? 1. വീണ്ടും പോയാൽ 2, വീണ്ടും പോയാൽ 3, പിന്നെ 4, പിന്നെ ഏഴാമത്തത് റുക്കുനുൽ യമാനിയുടെ അവിടെ എത്തി. ഏഴാമത്തെ ചുറ്റി എവിടെ എത്തി? റുക്കുനുൽ യമാനിന്റെ അവിടെ എത്തി. ഹജറുൽ അസ്വദിന് മുമ്പ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ. ആ ഏഴാമത്തത് പൂർത്തിയാകുമ്പോൾ ഇവിടെ 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകളൊക്കെ വിളിച്ചു പറയും, മോനെ ഭാഗ്യവാൻ, നിന്റെ പേര് സ്വർഗത്തിലേക്ക് കിട്ടിയിരിക്കുന്നു. മോളെ ഭാഗ്യവതി, നിന്റെ പേര് സ്വർഗത്തിലേക്ക് തന്നിരിക്കുന്നു. അപ്പോ നമ്മളെ വലഭാഗത്തുള്ള മലക്കത് എഴുതി വെക്കും, സ്വർഗാവകാശി. ആ ഭാഗ്യം അള്ളാഹു തരട്ടെ, ആ ഭാഗ്യം അള്ളാഹു തരട്ടെ, ആ ഭാഗ്യം നൽകണേ അല്ലാ. അവിടെ നമ്മളെ ഇടഭാഗത്തെ മലക്കാണ് എഴുതിയതെങ്കിലോ അള്ളാഹു കാക്കട്ടെ. പേടിക്കണം, നല്ലോണം പേടിക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ 7 തവാഫ് കഴിഞ്ഞില്ലേ? തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കണം. ഏതാണ് ആ നിസ്കാരം? തവാഫിന് ശേഷമുള്ള 2 റക്അത്ത്. ഇബ്രാഹിം മക്കാമ് നേരെ മുന്നിൽ, ഇങ്ങനെ കഅബ ശരീഫ് അതിന്റെ മുന്നിൽ, കഅബത്തിന്റെ വാതിൽ, ഹജറുൽ അസ്വദ്, അല്ലാഹ് കഅബത്തിന്റെ കില്ല, ഹജർ ഇസ്മായിൽ, അതിശ്രേഷ്ഠമായ പുണ്യസ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്. രണ്ടാമത്തെ റക്അത്ത് റുകൂഅക്കാൻ പോകുമ്പോൾ കണ്ണിൽ നിന്ന് കുടുകുടാ. രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ കടക്കുമ്പോൾ കണ്ണുനീര് കൊണ്ട് മുഖം കഴുകേണ്ടി വരും. കണ്ണുനീര് കൊണ്ട് മുഖം കഴുകേണ്ടി വരും. ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കഅബത്തുമലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അല്ലാഹ്, കണ്ണെത്താത്ത ദൂരത്ത് നാടും വീടും വിട്ടുകൊണ്ട് ഞാൻ നിന്റെ പൊരുത്തം തേടി വന്നതാണ്, എന്റെ ഹജ്ജ് കബൂലാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാം. എന്റെ ദുആയിൽ നിങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ചേർക്കുക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നിസ്കരിച്ചില്ലേ? ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തേ? വെള്ളം കുടിക്കണം. അല്ലാഹ്, നമ്മളെ വലഭാഗത്ത് ഇങ്ങനെ നോക്കി, നിങ്ങൾ നിറയെ വെള്ളത്തിന്റെ പാത്രം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇടഭാഗത്ത് നോക്കി. നിങ്ങളിപ്പോ ഇവിടെ തന്നെയാണ്.
നോക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ ഒക്കെ നോക്കാൻ എന്താണ് നമ്മൾ തമ്മിൽ പ്രശ്നമായിട്ട് പിരിയാൻ പറ്റുമോ? വലഭാഗത്ത് അവിടെ എല്ലാം ആ ബീപ്പിയിലൊക്കെ നിറച്ചെന്താണ് വെള്ളം. ഇൻഷാ അല്ലാഹ് വേഗം പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മുടെ ഗ്ലാസ്സിൽ ഏതെടുത്തു? സംസം എടുത്തു. ഇൻഷാ അല്ലാഹ് മാഉ സംസം ലിമാ ശുരിബ ലഹ്. എന്ത് നിയ്യത്തിൽ സംസം കുടിച്ചു കുടി തുടങ്ങി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കുടിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണും പെണ്ണും നന്നായി വെള്ളം കുടിച്ചില്ലേ? കുടിച്ചില്ലേ? നല്ലൊരു ക്ഷീണമൊക്കെ മാറിയില്ലേ? എന്നാ പിന്നെ വാപ്പ അടുത്ത ഫർളേതാ? സഅയ്. നമ്മൾ മറക്കാൻ പാടില്ല. 1 ഇഹ്റാം, 2 അറഫ, 3 തവാഫ്, കഅബ തവാഫ്, 4 സഫാ മർവയിൽ സഅയ്. നേരെ നടന്നോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ബഹുമാനപ്പെട്ട ഹാജർ ബീബി റളിയല്ലാഹു അൻഹാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മാനി മോനി അവിടെ ഏൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി പോയി. സുബ്ഹാനല്ലാഹ്, കുറച്ച് ദിവസം കഴിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം തീർന്നു, വെള്ളം തീർന്നു, ഒരു സാധനം അവിടെ കിട്ടാനില്ല. അല്ലാഹു റബ്ബി, കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി. തൊണ്ടയിൽ നിന്ന് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ ഉമ്മ നോക്കുമ്പോൾ ഉമ്മയുടെ തൊണ്ട വറ്റിയിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളമില്ല. അമ്മിഞ്ഞ പാല് കൊടുക്കാൻ നോക്കുമ്പോൾ മുരയിൽ പാലില്ല. കുട്ടിയെ നോക്കുമ്പോൾ കുട്ടിയുടെ ചുണ്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഉമ്മാക്ക് ബേജാറ് വന്നു. പടച്ചവനെ, ആദ്യം മരിക്കുന്നത് ഞാനാകുമോ എൻ്റെ കുട്ടിയാകുമോ? ഞാനാണോ ആദ്യം മരിക്കുക, എൻ്റെ കുട്ടിയാണോ ആദ്യം മരിക്കുക? ആ ബേജാറ് വന്നപ്പോൾ എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ ഹാജർ ബീബി റളിയല്ലാഹു അൻഹ മോനെ അവിടെ കടത്തിയിട്ട് ഓടി ആ കാണുന്ന മലയുടെ മുകളിലേക്ക്. ആ മലയുടെ മുകളിൽ എന്തിനാ ഓടിയത്? പക്ഷികളെങ്ങാനും പറക്കുന്നുണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ടാകും, അത് നോക്കാൻ വേണ്ടി പോയത്. ആ മല ആകെ നോക്കി, ഒരു പക്ഷിയെയും കാണുന്നില്ല. അപ്പോഴാണ് ഇപ്പുറത്ത് വേറൊരു മല. അവിടെ നിന്ന് ഇറങ്ങി ഹാജർ ബീബി രണ്ടാമത്തെ മലയിലേക്ക്. അവിടെ നോക്കി, ഒന്നും കാണുന്നില്ല. അപ്പൊ ഒന്നും കൂടി ഒരു സംശയം, ഞാൻ ഒന്നും കൂടി അപ്പുറത്ത് തന്നെ പോയി നോക്കട്ടെ. ഇങ്ങോട്ടും വന്നു, അങ്ങോട്ടും വന്നു. അങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോ കുട്ടിയെ എങ്ങനെ കാണും? കഅബത്തിനടുത്ത് കാലിട്ട് കടിക്കാൻ, കാലിട്ടടിച്ച് കരയുന്നുണ്ട് കുട്ടി. അല്ലാഹു റബ്ബി, 2 മലയുടെ ഇടയ്ക്ക് പതിഞ്ഞ സ്ഥലമുണ്ട്, താഴ്ന്ന സ്ഥലം. അവിടെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയെ കാണുന്നില്ല. ഉമ്മാക്ക് ബേജാറ് വന്നു. അപ്പൊ ഉമ്മ കുട്ടിയെ കാണാൻ ഉയരമുള്ള സ്ഥലത്തേക്ക് വേഗത്തിൽ നടന്നു. ഈ സ്ഥലമാണ് സഫാ മർവ. ഈ സ്ഥലമാണ് സഫാ മർവ. അപ്പൊ നമ്മൾ സഫയിൽ കയറിയിട്ട് പടച്ചവനെ, ഞാൻ ഹജ്ജിന്റെ സഅയ് ചെയ്യുന്നു, ഞാൻ ഹജ്ജിന്റെ സഅയ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് ഇങ്ങനെയാണ് നടന്ന് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ വേഗത്തിൽ റബ്ബിഗ്ഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അൻതല്ലാഹ് അൽ അഅസ്സുൽ അക്രം. അവിടെ മാത്രം ചൊല്ലേണ്ട ഒരു ദുആയാണ്. മുത്തുനബി ദുആർന്നു, സിദ്ദീഖ് തങ്ങൾ ദുആർന്നു, ഉമർ ഖത്താബ് തങ്ങൾ ദുആർന്നു, ഫാത്തിമ ബീബി ദുആർന്നു, എല്ലാ ഔലിയാക്കളും ദുആർന്ന ദുആ നമ്മുടെ കിതാബിൽ ഇൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് പ്രത്യേകം. റബ്ബിഗ്ഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അൻതല്ലാഹ് അൽ അഅസ്സുൽ അക്രം. ഓരോ വാക്കും 22 കാരറ്റാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഫയിൽ നിന്ന് മറുവയിലേക്ക് 1, മറുവയിൽ നിന്ന് സഫയിലേക്ക് 2, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട്. അപ്പൊ തുടങ്ങിയോടത്ത് അവസാനിക്കും. നമ്മൾ ഇനി അവസാനം വെച്ച് പ്രശ്നമാക്കല്ല. എങ്ങനെയാവും? മറുവയിൽ അവസാനിക്കും. തുടങ്ങിയോടത്ത് അവസാനിക്കാൻ പറ്റുമോ? അപ്പൊ അതല്ല, അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ചില അറിവില്ലാത്ത ആളുകൾ തവാഫ് നമ്മൾ തുടങ്ങിയോടത്താണ് അവസാനിച്ചത്. അതേപോലെ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും 1, അങ്ങോട്ടും ഇങ്ങോട്ടും 2. അത് വേണോ? ഒരിക്കലും വേണ്ട. അങ്ങോട്ട് 1, തിരിച്ചിങ്ങോട്ട് 2, അങ്ങോട്ട്. ഇങ്ങനെ 7 പ്രാവശ്യം നടന്നാണ്ടല്ല ഒരു ഷുഗറും ഉണ്ടാവില്ല. അല്ലാഹു ആഫിയത്ത് തരട്ടെ. നിങ്ങൾ എന്തിനു ബേജാറായിരുന്നു? മറ്റേയാൾക്ക് ഷുഗർ, മറ്റേയാൾക്ക് പ്രഷർ ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ഗുളിക നിങ്ങൾ വാങ്ങിയാൽ മതി. എന്തിന്? പെട്ടെന്ന് ദേഷ്യം വരുന്നതിനുള്ള ഒരു ഗുളിക ഉണ്ട്, അതൊന്ന് വാങ്ങി വെച്ചോളൂ എല്ലാവരും. ചില ആളുകൾക്ക് ദേഷ്യ. ആരോടാ വേഗം ദേഷ്യം വരിക? ഭാര്യനോട് അല്ലേ? അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എന്താ നിങ്ങളെ അഭിപ്രായം? ഇവിടുന്ന് നമ്മൾ ഭാര്യനോട് ദേഷ്യം പിടിച്ചു, ഓക്കത് ശീലായതാ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ മക്കൾക്കും നമ്മളറിയാം ഉപ്പ അങ്ങനെയെല്ലാം പറയും എന്നുള്ള അവസ്ഥയിൽ ആര് നിൽക്കുന്നത്?
അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ട അതൊരു പ്രശ്നമാണോ നാട്ടിൽ നിന്ന്? അതേ സമയത്ത് അങ്ങോട്ട് പോയിട്ട് അങ്ങനെയല്ല. നമ്മളെ റൂമിൽ പെണ്ണുങ്ങൾ താമസിക്കുന്നിടത്ത് വേറെ 10 പെണ്ണുങ്ങളുണ്ട്. ഓരോ 10 പെണ്ണുങ്ങളെ അടിയുന്ന നിങ്ങൾ എന്തായത് ഭാര്യനോട് ദേഷ്യം പിടിച്ചത്. അപ്പോൾ ഓൽക്കത് സഹിക്കാൻ കഴിയോ? അപ്പൊ ആ പെണ്ണുങ്ങളടിയിൽ ഓള് പറ്റ അയിബായില്ലേ? അപ്പൊ ചിലപ്പോ ഓള് തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞെന്ന് വരും, ചിലപ്പോ ഇങ്ങോട്ടും പറഞ്ഞെന്ന് വരും. അപ്പൊ ഇങ്ങക്കത് അത്രയും സഹിക്കാൻ കഴിയൂല. കാരണം എന്തായി? അപ്പൊ നമ്മൾ ഹജ്ജ് സംഘത്തിലുള്ള ആൾക്കാർ 2 ഭാര്യയും ഭർത്താവും ഉണ്ട്. എന്താ പോലെ കാര്യം എന്നറിയില്ല, കച്ചറയാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിന് നമ്മൾ തന്നെ തീരുമാനിക്കണം. വെറും ആമീൻ കൊണ്ട് മതിയാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറച്ച് സ്വഭാവം നന്നാക്കാം നല്ലപോലെ. എന്തുകൊണ്ട്? നമ്മൾ നിസ്സാര കാര്യത്തിന് നമുക്ക് ദേഷ്യം വരും. ഈ ദേഷ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് നോക്കിക്കണം നിങ്ങൾ. ആരോടാ അധികം സ്നേഹം അവരോടാ ദേഷ്യം വരിക. നോക്കണ്ടു, നമ്മളെ ഭാര്യയോടാണ് നമുക്ക് അങ്ങേ അറ്റത്തെ സ്നേഹം, അപ്പോളോട് ആദ്യം ദേഷ്യം പിടിക്കും. അല്ലേ? ദേഷ്യമുള്ളവരോട് ആദ്യം സ്നേഹമുള്ളവരോടെ വേഗം ദേഷ്യം വരിക. അപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന രീതി ഉണ്ടാകാനേ പാടില്ല. അള്ളാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ഏറ് കഴിഞ്ഞില്ലേ, സഅയ് കഴിഞ്ഞില്ലേ? സഅയും കഴിഞ്ഞു. അല്ലാഹു റബ്ബി. നിങ്ങളൊന്ന് നോക്കാട്ടെ, ഹജ്ജിന്റെ വല്ല ഫർളും ബാക്കിയുണ്ടോ ഒന്ന് എണ്ണട്ടെ. 1 ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ നിൽക്കുക, 3 കഅബ ശരീഫ് തവാഫ് ചെയ്യുക. റെഡിയാണോ? അല്ലേ? അറഫ, തവാഫ്, സഅയ്, മുടിയെടുക്കൽ ഒക്കെ റെഡിയല്ലേ? ഒക്കെ കൃത്യമായിട്ട് ചെയ്തില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. ഇനി നമുക്ക് ഹജ്ജിന്റെ വാജിബാത്ത് 1 മുസ്ദലിഫയിൽ നിൽക്കുക. മുസ്ദലിഫയിൽ രാപ്പാർക്കുക. ചെയ്തില്ലേ? ദുൽഹിജ്ജ 10 ഒരു സ്ഥിതി എല്ലാവരും ശ്രദ്ധിച്ചോളി. സുഖമായിട്ട് ഇവിടുന്നാണ് പോകുമ്പോ തന്നെ, മക്കത്തുനിന്ന് തിരിച്ചു വന്നാണ് പോകുമ്പോ തന്നെ എന്താക്ക, കല്ലെറിഞ്ഞു പോവുക. അപ്പൊ ആദ്യത്തെ ദിവസം എറിഞ്ഞ ഒരു സ്ഥലം, അവിടെ 3 സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ കാണുന്ന ഒന്നാമത്തതിൽ 7, രണ്ടാമത്തതിൽ 7, മൂന്നാമത്തതിൽ 7. ഇപ്പൊ എത്രണ്ണായി? 21. ഓരോ കല്ലും എന്ത് വേണം? ഓരോന്നും കയ്യിലെടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പുരുഷന്മാർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ സ്ത്രീകൾ. 7 എണ്ണം എറിഞ്ഞു ആദ്യത്തെ സ്ഥലത്ത്. എന്നിട്ട് കുറച്ചിങ്ങോട്ട് മാറി നിന്നു. കഅബ ദുആ ഇല്ല. അന്നത്തെ ഏറും കഴിഞ്ഞ് മിനയിൽ സുഖമായിട്ട് താമസിക്കാം. പിറ്റേന്നും ഇതേപോലെ 3 ദിവസം ഏറിയ. ഇനി നിങ്ങളായിക്കോളൂ ഏറ് പഠിച്ചില്ലേ? നിങ്ങളിപ്പോൾ ഹജ്ജിലല്ല, ഒക്കെ നിസ്കരിക്കായിട്ടാ. നിസ്കാരം നമ്മൾ പഠിച്ചിരിക്കണപ്പോൾ നിസ്കാരം പറഞ്ഞുതരാം. ഹജ്ജിൽ വല്ലതും അറിയേണ്ടതുണ്ടോ? നമ്മൾ പറഞ്ഞിങ്ങനെ പോയപ്പോൾ നമുക്ക് മനസ്സിലാകാത്തതോ തിരിയാത്തതോ ഇല്ലല്ലോ. 2 രീതിയിലാണ് നിസ്കാരം. 1, ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്ന ആളുകളാണ് മദീനത്ത് നിന്ന് വരുന്ന ഹാജിമാർ. അവര് മുസാഫിരിങ്ങളാണ്. അവരാരാണ്? മുസാഫിരിങ്ങൾ. അവർക്ക് ഈ സ്ഥലത്തൊക്കെ കസറും ജമ്മുവാക്കി നിസ്കരിക്കും. നിങ്ങൾ ഇവിടുന്ന് മക്കത്തെത്തിയിട്ട് നമ്മള് മദീനത്ത് നിന്ന് ഒരാൾ വന്നാൽ ഓനാരാണ്? മുസാഫിരിങ്ങൾ. മുസാഫിറായ ആളുകൾ ജമ്മും കസറുമാക്കി നിസ്കരിക്കും. അല്ലാത്തവരെങ്ങനെ നിസ്കരിക്കും? വഖത്തിന് നിസ്കരിക്കും. അറഫയിൽ നിന്ന് കിതാബിൽ കാണും മുസ്ദലിഫയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി. അത് അന്നത്തെ രീതിയാണ്. എന്തുകൊണ്ട്? അന്ന് ആകെ 25,000 ആളുണ്ടാകുക. മനസ്സിലാവും? ഇപ്പൊ എത്ര ആളുണ്ട്? 20 ലക്ഷം ആള് അറഫ വിടുമ്പോ തന്നെ മഗ്‌രിബ് കളാവും. അപ്പൊ നമ്മൾ നിൽക്കുന്ന നിസ്കാരം കളാക്കണം. അതേ സമയത്ത് മുസാഫിരിങ്ങൾക്ക് ജമ്മാക്കാം. ഇനി അവർക്കും നല്ലത് എവിടെ നിസ്കരിക്കൽ തന്നെ? അറഫയിൽ നിസ്കരിക്കല. കാരണം ഇവിടുത്തെ അത്ര ഓതവും സൗകര്യം എവിടെ കിട്ടൂല? മുസ്ദലിഫയിൽ കിട്ടൂല. അപ്പോ ഒരു ബുക്കിൽ അങ്ങനെയാണ് കണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് നിസ്കാരമല്ല, സുബഹി എവിടെ നിസ്കരിക്കും? മുസ്ദലിഫയിൽ നിസ്കരിക്കും. ഒരു കാലം മനസ്സിലാക്കും. നമ്മൾ കല്ല് പുറക്കുന്നിടത്ത് കാണാം 7 കല്ല് മുസ്ദലിഫയിൽ നിന്ന് എടുത്തിട്ട് ബാക്കി മിനയിൽ നിന്ന് എടുക്കാം. മിനയിൽ കല്ല് കിട്ടണ്ടേ ഇപ്പോഴത്തെ കാലത്ത്? പിന്നെ അത് തെരഞ്ഞു നടക്കണ്ടേ? അപ്പൊ നമ്മൾ സാധ്യമാകുന്നത് പഠിച്ചുകൊണ്ട് പോകാം. സാധനം ഉപയോഗിക്കരുത്. പേസ്റ്റ് എന്തല്ല സുഗന്ധമായിട്ട് ഉപയോഗിക്കണതാണോ?
പേസ്റ്റ് സുഗന്ധമാണോ? ഒരു പേസ്റ്റിന് ചിലപ്പോൾ എന്തുണ്ടാകും? ചെറിയൊരു വാസന ഉണ്ടാകും. അതിനൊരു കുഴപ്പമില്ല. ഒരു സോപ്പ് ഒരു സുഗന്ധ സാധനമാണോ? അല്ല. അപ്പൊ നമ്മൾ ഒരു സോപ്പിന് ചിലപ്പോൾ എന്തുണ്ടാകും? എന്തൊരു വാസന ഉണ്ടാകും. അതിന് കുഴപ്പമുണ്ടോ? എന്തുകൊണ്ട്? ഈ സാധനം ഏതല്ല? സുഗന്ധത്തിന്റെ സാധനമല്ല. സുഗന്ധം അത് എത്ര ചെറുതാണെങ്കിലും പറ്റൂല. ഇതൊക്കെ ഏതാണ്? സുഗന്ധം അല്ല. ഇത് വേറൊരു ഉപയോഗത്തിനുള്ളതാ. ചിലപ്പോ അതിനെന്തുണ്ടാകും? ചെറിയൊരു വാസന ഉണ്ടാകും. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി പറയും. ഞാൻ പറയുന്നു പറഞ്ഞത് എന്തിനാറിയോ? നമുക്ക് അത്യാവശ്യമുള്ളത് മനസ്സിൽ വെച്ചിട്ട് പോകാൻ പാടില്ല. ഏത് ചെറിയതാണെങ്കിലും ചോദിക്കാതിരിക്കാനും പാടില്ല. നമുക്ക് അറിഞ്ഞു ചെയ്യണമല്ലോ. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. നിങ്ങൾ എണീറ്റ് നിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കേട്ടെന്ന് വരും. ഇഹ്റാമിൽക്കാണ് പ്രവേശിച്ചാൽ പിന്നെ തൊടലുണ്ടോ? ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് ഭാര്യയാണോ ഉമ്മയാണോ എന്ന് നോക്കിയിട്ടുള്ള ചിന്തയല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ മലയാളി, കുറച്ച് ആൾക്കാർ നമ്മളാൾ ഇപ്പത്തോടും ഞാൻ ഈ ഹജ്ജിനൊക്കെ പോയിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ തവാഫിനാണ് നിന്നിട്ട് ഞാൻ ആരെയും തൊട്ടിട്ടില്ല. എന്നെ ആരാ തൊട്ടത് എന്ന് ഞാൻ നോക്കിയിട്ടുമില്ല. എൻ്റെ ഒന്നും അറിയോ? നിങ്ങളിപ്പോഴും ഇതാരാ മറ്റേതാരാ നോക്കിക്കൊണ്ട് തീർക്കാം. നമുക്ക് വേറെ പണിയുണ്ട് ഇവിടെ. ഞാൻ ഇവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കേട്ടോ. അതായത് നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കുക, തൊട്ട് മുറിഞ്ഞ് എവിടോ പെണ്ണുങ്ങൾ എവിടെയാ തൊടാൻ ചാൻസ് ഉള്ളത്? ആകെ ഇത്ര സ്ഥലമുള്ളത് അല്ലേ? ഇതല്ലേ ഇപ്പൊ തൊടാൻ ചാൻസ് ഉള്ള സ്ഥലം. അത്രയേ ഉള്ളൂ. അല്ല ഇവിടെ തൊടാൻ ഏതായാലും നിൽക്കുമല്ലോ. ഇല്ല, ഉറപ്പന്നെ. അപ്പൊ പിന്നെ തൊട്ടില്ല അയിമൽ നിങ്ങൾ ചിന്തിക്കേ വേണ്ട. അല്ലാഹു തആല ഖൈർ തരട്ടെ. നമ്മൾ തവാഫിനാണെങ്കിൽ ഞാൻ തവാഫിന് പോയിട്ട് എന്നെ ഇതുവരെ ഒരാൾ തൊട്ടിട്ടില്ല, ഞാൻ അങ്ങോട്ടും തൊട്ടിട്ടില്ല. ഇതാണ് വുദൂവിനെടുക്കൽ. ഇനി ഇതൊക്കെ ആയിട്ടും നിങ്ങൾക്ക് തോന്നുകയാണ് എന്നെ തൊട്ടിക്കണ്, എന്നാ പോയി വുദൂ എടുത്തോളി. ഇങ്ങക്ക് എന്തായാലും തോന്നാണ് എന്തായിക്കണേ. നമ്മളിതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, ബോധ്യമാണ് നിങ്ങൾക്ക് തൊട്ട്. അപ്പൊ തൊടുത്തോളി. പിന്നെ അവിടെ ഒരു മസാല ഉണ്ട്. എന്ത്? നമ്മളൊരാൾ ഒരാൾ ഇങ്ങോട്ട് വന്ന് തൊട്ടു, ഇങ്ങോട്ട് വന്നിട്ട് ഒരാൾ തൊട്ടു. എന്നാ ആര്? മുഹമ്മദ് മുസ്തഫ. അടുത്തത് അതായത് നജിസ് ചുമന്നുകൊണ്ട് തവാഫിന് പറ്റൂല. നമ്മളൊരു കുട്ടി, ചെറിയ കുട്ടിയുണ്ട്, ഒക്കെ കൈ പിടിക്കാം, അതിന് കുഴപ്പമില്ല. ഇല്ലാതിരിക്കലാ നല്ലത്. എന്തുകൊണ്ട്? കൈ ഉയർത്തിയിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അപ്പൊ നമ്മൾ ചെരുപ്പ് ഉയർത്തിയിട്ടായാൽ അതൊരു ഭംഗിയുണ്ടോ? അതെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഹജ്ജ് കഴിഞ്ഞാൽ ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറ്റിക്കൂടെ? അതല്ല, ഒരാളിപ്പം ഒരു കുഴപ്പമുണ്ടോ? നിങ്ങളെ സംശയം തീർന്നില്ലേ? അതായത് മുപ്പര് ചോദിച്ചത് ഇട്ട് ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ പറ്റുമോ? അതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഇഹ്റാം ഏത് പറ്റൂല. നമ്മൾ ഫുള്ള് ഇഹ്റാമിലാണ്. അപ്പൊ അതുകൊണ്ട് വേറെ വസ്ത്രം മാറ്റി ഒക്കെ ആയി. അതിന് ശരി ചെയ്യാം. ശരി. അല്ലാഹു തആല ഖൈർ തരട്ടെ. എന്നാ പിന്നെ നമ്മൾ 3 ദിവസത്തെ ഏറ് കഴിഞ്ഞില്ലേ? മിനയിൽ ഇരുന്നിട്ട് നമ്മൾ മിനയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മിനയിൽ ഇരുന്ന് ഒരു ഖത്തം തീർക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മിനയിൽ ഇരുന്ന് 1,00,000 ഖുൽ ഹുവല്ലാഹു ഓതുക. അല്ലാഹു ആവതാക്കട്ടെ. മിനയിൽ ഇരുന്നിട്ട് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അല്ലാഹു ആവതാക്കട്ടെ. ജീവിതത്തിൽ ആ സമയത്ത് മാത്രമേ അവിടുന്ന് ചൊല്ലിയിട്ട് പ്രത്യേക പ്രതിഫലമുള്ളൂ. ഇപ്പൊ നിങ്ങളൊരാൾ മിനയിൽ പോയി, ഇന്നോ നാളെ ഒരാൾ മിനയിലെത്തി. അയാൾ അവിടെ ഇരുന്നിട്ട് 70,000 ചെല്ലിയാൽ നമ്മളെ നാട്ടിൽ നിന്ന് ചെല്ലിയ പോലെ തന്നെ, അന്ന് അതല്ല, അന്ന് 1,00,000. അതാ വ്യത്യാസം. മനസ്സിലായെങ്കിൽ അത് നമ്മളെ പള്ളിയിലെ മെമ്പർ ഉണ്ടല്ലോ, ഇന്നൊരാൾ ഒരു മൊയ്ലാർ പള്ളിയിലെ മെമ്പർമാർ കയറിയിട്ട് അയാൾ ഖുത്ബ ഓതി, എന്നാലോ
ആരെങ്കിലും ശ്രദ്ധിക്കോ? വെള്ളിയാഴ്ച ഓതാൻ നിന്നാലോ? അപ്പൊ ഓരോ സമയം സന്ദർഭം അതാണ്. അപ്പോ ദുൽഹജ്ജ് മാസം 8, 9, 10, 11, 12, 13 അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഏകദേശം പൂർത്തിയായാൽ നമുക്ക് അടുത്ത പണിക്ക് കടക്കാം. ഹൈളുകാരിയായ പെണ്ണ് നിസ്കാരം തവാഫ് പറ്റൂല, ബാക്കിയെല്ലാം പറ്റും. ഹൈളുകാരിയായ പെണ്ണിന് ഇഹ്റാം ചെയ്യാം കുളിച്ചിട്ട്. അവർക്ക് എന്ത് ചെയ്യാം? അറഫയിൽ വരാം, മിനയിൽ വരാം, മുസ്ദലിഫയിൽ വരാം, കല്ലേറ് നടത്താം, കല്ല് പൊറുക്കാം, ഒക്കെ പറ്റും. ശുദ്ധിയായിട്ടേ തവാഫിന് പോകാൻ പറ്റുള്ളൂ. ശുദ്ധ അവിടെയാണ് അങ്ങനെയുള്ളവർ പോകുക ഇഹ്റാമിന്. അറിവ് കഴുത്തിൽ വേറെ അല്ലാതെ കാൽമൽ അർത്തിട്ട് കാര്യമുണ്ട്. ഞങ്ങൾ 5 പെണ്ണുങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ എന്ന് അടക്കാൻ പറഞ്ഞ് അടച്ച് ഹജ്ജിൻ്റെ ഇഹ്റാം വെച്ച് ചെയ്താൽ അത് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ എന്ത് പറഞ്ഞേ? ഓലെ ഏത് കൊടുത്തു? പൈസ കൊടുത്തു. നമ്മളെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ ആ കൊടുത്ത പൈസ ഇനിയിപ്പൊ ഇങ്ങനെ നമ്മൾ ആലോചിക്കാം, ഒരു അറക്കൂലേ അതിന് ഇനി സ്ഥാനത്താ. അത് എന്ത് ചെയ്യും? നമ്മളൊരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമ്മൾ വിശ്വസിക്കുക. തീരെ വിവരമില്ലാത്തവരല്ല അത് കൈകാര്യം ചെയ്യണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സഹോദരിമാര്, നിങ്ങൾ അറിവിന് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അറിവായി. ഇനി വേറൊരു അറിവിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. അള്ളാഹു തആല ഖൈർ തരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെന്തേലും സമ്മതപ്രകാരം പോയതാ, മിണ്ടാണ്ട് പോരാൻ പറ്റും. നമ്മളൊരു മംഗലത്തിനൊരു പരി പോയാൽ എന്താ ചെയ്യാ? ഭക്ഷണം കഴിച്ച് മിണ്ടാണ്ട് പോരില്ല. ഒന്ന് പറഞ്ഞിട്ടിടോ ഞാൻ പോട്ടെ, വേറൊരു തിരക്കുണ്ട്, പിന്നെ കാണാം അല്ലേ? ഈ പറച്ചിൽ എവിടെ പറയണം? നബി മുഹമ്മദ് മുസ്തഫ കഅബ ഷരീഫിന്റെ അടുത്ത് നിന്ന് നാട്ടിലേക്കോ മദീനയിലേക്കോ യാത്ര ചെയ്യുന്നവർ വീണ്ടും കഅബത്തിന്റെ അടുത്ത് എത്തണം. നാട്ടിലേക്കോ മദീനത്തേക്കോ പോകാനുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങി കെട്ടി റെഡിയാക്കി പോകാനുള്ള ഡ്രസ്സ് ധരിച്ചു. എന്നിട്ട് എവിടെ വന്നു? കഅബ ഷരീഫിന്റെ അടുത്ത് വന്നു. ഒരു തവാഫ്. ആ തവാഫിന്റെ പേരെന്താ? ഇതെല്ലാവരും പഠിച്ചിരിക്കണം. നാട്ടിലേക്ക് പോരാനുള്ള പൂതി കൊണ്ടാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ ആ വിദാഇന്റെ തവാഫ്. അപ്പോ ഇൻഷാ അല്ലാഹ് മദീനയിലെത്തി. നമ്മൾ മക്കത്ത് നിന്ന് കഅബ ഷരീഫിന്റെ അടുത്ത് വന്നു. കഅബത്തോട് യാത്ര ചോദിക്കുന്ന തവാഫ് ഞാൻ ചെയ്യുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ 7 പ്രാവശ്യം തവാഫ് ചെയ്തിട്ട് 7ാമത്തെ ചുറ്റി കഴിയുമ്പോൾ അള്ളാഹിനോട് ദ്വാരക്കണം. അല്ലാഹുമ്മ ലാ തജഅൽ ഹാദാ ആഖിറൽ അഹ്ദി ഫീ ഹറമിക. പടച്ചവനെ, ഇതെന്റെ അവസാനത്തെ ഹജ്ജാക്കല്ലേ. വർസുഖനിൽ ഔദ സുമ്മൽ ഔദ്. വീണ്ടും വരണേ. അങ്ങനെ കരഞ്ഞ് ദുആ ചെയ്ത് തവാഫ് പൂർത്തിയാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇബ്രാഹിം മക്കാമിന്റെ അവിടെ നിന്നിട്ട് ഇതെന്റെ അവസാനത്തെ ഹജ്ജാക്കല്ലേ, എനിക്ക് മക്കളെ കൂട്ടി വരണം, ഭർത്താവിനെ കൂട്ടി വരണം, ഭാര്യയെ കൂട്ടി വരണം. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് അവിടുന്ന് പോരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക, കഅബത്തിനെ കാണുന്നുണ്ടോ? കുറച്ചിന് നടന്നിട്ട് കഅബയെ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടി, കഅബമേ, അള്ളാഹുവിന്റെ വീട്, എന്റെ കാഴ്ച അവസാനത്തതാക്കല്ലേ. കുറച്ചും കൂടി നടന്ന് ഒന്നും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ കഅബ ഷരീഫ് കാണുന്നുണ്ടോ? ഇല്ലേ, കാണുന്നുണ്ട്. ഒന്നുകൂടി ദ്വാരക്ക, അള്ളാഹുവിന്റെ കഅബ ഷരീഫ്, നാളെ ആഖിറത്തിൽ എനിക്ക് ശുപാർശ ചെയ്യണേ, ഇതെന്റെ അവസാനത്തെ ഹജ്ജാക്കല്ലേ, എനിക്ക് ഉംറക്ക് വരാൻ ഭാഗ്യം കിട്ടണേ. നടക്ക, കുറച്ചും കൂടി നടന്നിട്ട് ഒന്നും കൂടി തിരിഞ്ഞു നോക്കി. ഇപ്പൊ കഅബ ഷരീഫ് കാണുന്നില്ല. ഇനി വേഗത്തിൽ പോകാം, ഇൻഷാ അല്ലാഹ്. വേഗമൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ? വേഗം ബസ് കയറാം ഇൻഷാ.